Hi friends, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെല്ലാ വീഡിയോയും തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് തന്നെ പറയുന്നത് കുറേ കാര്യങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയും തുടങ്ങുന്നത്. എന്നും സ്ഥിരമായിട്ട് എടുക്കുന്ന സ്ഥലത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം സാധാരണ ഉണ്ടാകുന്ന നോയ്സുകളെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും നിങ്ങളൊന്ന് ക്ഷമിക്കണം, നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയും തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളെ ഓഡിയോ ക്വാളിറ്റി ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുന്നുണ്ട് എന്ന്. അതിൻ്റെ മുന്നേ പറഞ്ഞ് ഞാൻ ബോയ M1 എന്ന് പറഞ്ഞൊരു മൈക്ക് വാങ്ങിയിരുന്നു. നമ്മൾ വോയിസ് ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ബോയ M1 എന്ന് പറഞ്ഞൊരു മൈക്ക് വാങ്ങിയിരുന്നു. എൻ്റെ അടുത്തുണ്ട്, ഇതാണ് സാധനം. ബോയ M1 എന്ന് പറഞ്ഞ മൈക്ക് വാങ്ങിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇത് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. വാങ്ങിയിട്ട് അതേപോലെ തന്നെ ഇതിലുണ്ട്. ഞാൻ ഇതൊരു സാധനം ഉപയോഗിച്ചിട്ടില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ, ചുമ്മാ തരാം. എനിക്കിത് കൊണ്ടൊരു യൂസും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ തന്നേക്കാം. കാരണം എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മൈക്കിൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇത്തവണ വാങ്ങിയിട്ടുള്ള ഒരു വയേർഡ് ആയിട്ടുള്ള മൈക്കല്ല, വയർലെസ് ആയിട്ടുള്ള മൈക്കാണ്. ഒരു എൻട്രി ലെവൽ വരുന്നത് ഏകദേശം 600 രൂപയുടെ താഴെ മാത്രം പ്രൈസ് വരുന്ന ഒരു എൻട്രി ലെവൽ വയർലെസ് മൈക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ മൈക്ക് പരിചയപ്പെടുത്താം. K8 എന്നാണ് മൈക്കിൻ്റെ പേര് വരുന്നത്, കമ്പനിയുടെ പേര് വരുന്നത്. ഒരു ചൈനീസ് ബ്രാൻഡാണ്. K8 വയർലെസ് മൈക്രോഫോൺ എന്ന് ബോക്സിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ലൈവ് ഷോസിന് യൂസ് ചെയ്യാം, ഇൻ്റർവ്യൂസിന് യൂസ് ചെയ്യാം, വ്ളോഗ് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ യൂസേജുകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടൈപ്പ് യൂസേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഫ്രണ്ടിലുള്ളത്, ജസ്റ്റ് ഒരു ഇമേജാണ്. സൈഡിൽ ഇത് ഏതൊക്കെ ടൈപ്പിൽ യൂസ് ചെയ്യാം എന്നുള്ളത്, ടൈപ്പ് സിയിൽ യൂസ് ചെയ്യാം, നമുക്ക് C+ ഐഫോൺ യൂസ് ചെയ്യാം, ഐഫോൺ യൂസ് ചെയ്യാം, C+ ഐഫോൺ പ്ലസ് V8 എന്താണെന്നറിയില്ല, V8 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ടൈപ്പ് യൂസാണ് നമുക്ക്, 4 ടൈപ്പ് ഡിവൈസിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു 6 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കിതിൻ്റെ റിസീവർ ഫോണിൽ കണക്ട് ചെയ്യാം, മൈക്ക് കോളറിൽ ക്ലിപ്പ് ചെയ്യാം, അത്രേ വരുന്നുള്ളൂ. വേറെ അഡീഷണൽ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 20 മീറ്റർ ഡിസ്റ്റൻസിൽ വരെ നമുക്കിത് മൈക്കിൽ റിസീവർ ഓഡിയോ റിസീവ് ചെയ്യുന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രീഷ്യസ് റേഡിയോ എന്താണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ ക്ലിയർ ടൈം റേ, വോയിസ് ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ക്ലിയർ ആയിരിക്കും, ഒന്നുകൂടി മെച്ചമായിരിക്കുന്നതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഹൈ സെൻസിറ്റീവ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. മൈക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൈക്കാണെന്നാണ്. പിന്നെ വൈഡ്ലി കോമ്പാറ്റബിൾ അറിയില്ല, വൈഡ്ലി കോമ്പാറ്റബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളതും കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരും വീഡിയോയിൽ എവിടെയെങ്കിലും ഒന്ന് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൈക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, വളരെ മിനിമലാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബോക്സിലാണ്. ബോക്സ് ആയിക്കോട്ടെ വളരെ സ്റ്റാൻഡേർഡാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സിനകത്ത് നമുക്ക് ജസ്റ്റ് ഫുൾ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ടൈപ്പിൽ മിനിമലായിട്ട് കാണാൻ നല്ല വൃത്തിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് വരുന്നത്, നമുക്കൊരു ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് നോക്കാം. നമുക്കൊരു റിസീവർ വരുന്നുണ്ട്. പിന്നെ റിസീവറിൻ്റെ ഉൾഭാഗത്തായിട്ട് ഐഫോണിൻ്റെ ഒരു ലൈറ്റ്നിങ് കണക്ടർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്നിങ് കണക്ടർ നമുക്ക് നമ്മുടെ പോർട്ടിൻ്റെ മേലെ ലൈറ്റ്നിങ് കണക്ടർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഐഫോണുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ മൈക്കാണ് ഈ ബോക്സിൽ വരുന്നത്. ഓക്കെ, മൈക്ക് ഇതാണ് നമ്മുടെ മൈക്ക്. നമുക്ക് കോളറിൽ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഷീൽഡായിട്ടുള്ള എയർ വല്ലാതെ നമുക്ക് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോക്സിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു ചാർജർ കേബിളാണ്. ചാർജർ കേബിളിൻ്റെ ഫോട്ടോ ലോഗോ മേലെ കൊടുത്തിട്ടുണ്ട്. ദെൻ ചാർജർ കേബിൾ തന്നെയാവും. ചാർജർ കേബിളിൻ്റെ ബോക്സ് വരെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ്. ഒരു C ചാർജർ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ മൈക്കിൻ്റെ മേലെ ഈ സൈഡിലായിട്ടും റിസീവറിന് ചാർജർ വേണ്ടല്ലോ, നമുക്ക് ഫോണിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പം ചാർജിൻ്റെ ആവശ്യമില്ലല്ലോ, സോറി. അപ്പം ഒരു C കേബിളും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേബിൾ തിരിച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മുടെ മൈക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബോക്സിൽ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൈക്ക് ഫോണിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ നമ്മുടെ ഫോണിൻ്റെ മൈക്കിൽ എടുക്കുന്ന ഓഡിയോ ആണ്. ഇനി നമുക്ക് മൈക്കൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഈ മൈക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതാണ്. എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നോ എങ്ങനെയാണ് സൗണ്ട് കേൾക്കുന്നതെന്നോ എനിക്കറിയില്ല. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും എത്രമാത്രമാണ് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളതെന്ന്. നമുക്ക് ഈ മൈക്കിൻ്റെ മേലെയായിട്ട് ഒരു ചെറിയ സ്വിച്ച് വരുന്നുണ്ട്. നമ്മുടെ റിസീവർ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്ന, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, നെറ്റ് പിടിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന ടൈമിൽ മൈക്ക് ഓൺ ആവും. മൈക്ക് ഓൺ ആവുന്ന സമയത്ത് ഇതിന്റെ മേലെയായിട്ട് ഒരു പച്ച ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും. കണക്ട് ആയിട്ടില്ല എങ്കിൽ, നമ്മുടെ റിസീവറുമായിട്ട് ഇത് കണക്ട് ആയിട്ടില്ല എങ്കിൽ ഈ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെ കത്തി നിൽക്കില്ല, ബ്ലിങ്ക് ചെയ്യാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ, ഓക്കെ, ഇത് കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ ഈ മൈക്കിലും റിസീവറും യൂസ് ചെയ്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിനി നമ്മുടെ കോളറിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. നമ്മുടെ മൈക്ക് ഇപ്പം നമ്മുടെ കോളറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എത്രമാത്രം സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല, കാരണം നമുക്ക് സൗണ്ട് വരുന്നത് ഈ ലെവലിലും മൈക്ക് വെച്ചിട്ടുള്ളത് താഴെയായിട്ടാണ്. എത്രമാത്രം ഇതിന് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമുക്കിനി ഓഡിയോ ക്വാളിറ്റി നല്ലതാണ് എങ്കിൽ വരുന്ന വീഡിയോയിലെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മൈക്ക് തന്നെയായിരിക്കും. ഞാൻ കുറച്ച് അകത്തോട്ടാക്കി ഇങ്ങനെയാണ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിത് കാണാത്ത രൂപത്തിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, പക്ഷെ വെക്കുന്ന ടൈമിൽ മൈക്ക് പുറത്തായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഓഡിയോ ഡിറ്റക്ട് ചെയ്യുള്ളൂ മൈക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ചെറിയൊരു മൈക്ക് വാങ്ങിയ സമയത്ത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തണം എന്ന് കരുതി, ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വയേർഡ് മൈക്ക് വാങ്ങിയിട്ട് അത് ഫോണിന്റെ മേലെ കണക്ട് ചെയ്ത് ഡ്രസ്സിന്റെ ഉള്ളിലൂടെ എല്ലാം കണക്ട് ചെയ്തിട്ട് കോളറിൽ കണക്ട് ചെയ്ത് വെക്കുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള കുറഞ്ഞ വിലയുടെ വയർലെസ് മൈക്ക് തന്നെയാവും. ഞാൻ ഈ ബോയ M1 വാങ്ങിയ ടൈമിലൊക്കെ ഇതിന് നല്ല വിലയായിരുന്നു. ഈ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള K8 മൈക്കിനായിക്കോട്ടെ. ഇതിന്റെ ഡ്യുവൽ മൈക്ക് വരുന്നതുണ്ട്, 2 മൈക്ക് വരുന്ന ഏകദേശം ഒരു 2500 ആ റേഞ്ച് എങ്ങാണ്ടാണ് പ്രൈസ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ബോയ M1 വാങ്ങിയ ടൈമിൽ 800 രൂപയാണ്, 899 രൂപയാണ് ബോയ M1 പ്രൈസ് വന്നിട്ടുള്ളത്. അത്രയും പ്രൈസ് വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അന്ന് ബോയ M1 വാങ്ങിയിട്ടുള്ളത്. പിന്നെ എല്ലാ യൂട്യൂബേഴ്സും അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റിവ്യൂസ് എല്ലാം നോക്കിക്കൊണ്ട് ബോയ M1 വാങ്ങിയത്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്ന് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി മെച്ചപ്പെടുത്താനും വരുന്ന വീഡിയോയിലെങ്കിലും നല്ല ഓഡിയോ ഉണ്ടാവണമെന്ന് കരുതിയിട്ട് ഈ മൈക്ക് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഏത് വർക്ക് ചെയ്യുന്നവർക്ക് ഈ മൈക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ കരുതുന്നു. ഞാൻ വാങ്ങുന്നതിന് മുന്നേ യൂട്യൂബിൽ കുറച്ച് റിവ്യൂസ് നോക്കിയ സമയത്ത് കുറച്ച് പേർക്ക് ഫോണിൽ വരുന്ന ഇൻബിൽഡ് ആയിട്ടുള്ള ക്യാമറയിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പേർ അതുകൊണ്ട് തന്നെ ഓപ്പൺ ക്യാമറ ബാക്കിയുള്ള ക്യാമറകളൊക്കെ യൂസ് ചെയ്താണ് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടു. ഇതിലിനിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ നേരത്തെ യൂസ് ചെയ്യില്ല, സീരിയസ്ലി ഞാൻ ഇത് നേരത്തെ ഫോണിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.